നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ദോശയാണ്. മുരിങ്ങയില ചേർത്തിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉഴുന്നും അരി കുതിർത്തി പുളിപ്പിച്ചിട്ടുള്ള ദോശ പോലെയാണ്. ഇത് അപ്പം തന്നെ 2 മണിക്കൂർ അരി കുതിർത്തിയിട്ട് അരച്ച് ദോശ ഉണ്ടാക്കണ്ട. പെട്ടെന്ന് തന്നെ അപ്പം തന്നെ കുതിർത്തിയിട്ട് അപ്പം ഉണ്ടാക്കാം. 2 മണിക്കൂർ നമ്മൾ കുതിർത്തി വെച്ചിട്ട് ഉള്ള അരിയാണ്. ഇതിലേക്ക് 2 ഗ്ലാസ് അരി കുതിർത്തിയിട്ടുണ്ട്. 2 ഗ്ലാസ് അരി, 1 മുറി നാളികേരം ചെരുകിയതുണ്ട്, ഒരു 2 പിടി മുരിങ്ങയുടെ ഇലയുണ്ട്. ഇത് ചേർത്തിട്ടാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അരി നാളികേരം കൂടി അരയ്ക്കുക. അല്ല, ഫസ്റ്റ് തന്നെ അരി അരച്ചിട്ട് കുറച്ചെടുത്തിട്ടൊന്ന് കുറുക്കുക. അപ്പോൾ ഒന്ന് പദം വരാനാണ്. ആ കുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് നാളികേരം കൂടി അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചീര ചേർക്കുക. അല്ല, മുരിങ്ങയുടെ ചേർക്കുക. മുരിങ്ങയുടെ അരക്കൊന്നും വേണ്ട, എല്ലാം അരച്ചൊന്ന് ചേർത്താൽ മതി. കൂട്ടിയെടുക്കാൻ മതി. പിന്നെ കുറച്ച് ഉപ്പിടുക. ഇത് ടേസ്റ്റി ഹെൽത്തി അല്ലേ? നമ്മള് വേവിക്കാണ്ട് ഇത് നമ്മള് മുരിങ്ങയുടെ കഴുകിയതാണ്. കഴുകി നന്നാക്കി വെച്ചതാണ്. അപ്പൊ നമുക്കിത് വളരെ ഗുണകരമായ ഒരു ഡിഷാണ്. പിന്നെ കുട്ടികൾക്ക് ഇല കഴിക്കാത്ത കുട്ടികൾക്ക് വെച്ചെങ്കിൽ നന്നായി ഇല കഴിക്കാം. ഈ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല കൂടി വയറ്റിട്ട് പോകും. ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ചീകിട്ട് വേണമെങ്കിൽ ഇട്ടാം. അപ്പോഴൊരു അതുപോലെ ബീറ്റ്റൂട്ട് ആക്കി അതും ചീകിട്ടുള്ള കുട്ടികൾക്ക് വളരെ ആകർഷണമായ ഒരു ദോശ. ഇല കഴിക്കാത്ത കുട്ടികൾക്ക് നല്ലതാണ്. അപ്പൊ കുട്ടികളും അമ്മ അന്നത്തെ ദോശ നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്ക് 2-3 വേണമെന്നും പറയും. അപ്പൊ നമുക്ക് ദോശ കഴിക്കണവർക്ക് ചിലവർക്ക് ഇതിപ്പോ തന്നെ കഴിക്കാവുന്നതാണ്. അതിന്റെ കൂടെ ഒരു ചമ്മന്തി, അത് പുതിന കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. ആ പുതിനയില 1 മുറി നാളികേരം ഉണ്ട്. അത് കുറച്ച് 2 പിടിയുള്ള പുതിനയില, പച്ചമുളക്, ഇഞ്ചിയുടെ ഒരു കഷ്ണം, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടിയിട്ട് നമ്മൾ ഒഴിക്കും. അപ്പൊ ഈ ദോശ ഈ പുതിനയിലൂടെ കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അരി അരയ്ക്കാൻ പോവാം. അരിയും നാളികേരം ഒരുമിച്ച് അരയ്ക്കണം. കുറച്ച് അരി മുന്നേ അരയ്ക്കണം. അരി അരയ്ക്കുന്നത് അതൊന്ന് കുറുക്കി കൂട്ടണം. അപ്പം ആ അപ്പത്തിന് അല്ല ദോശയ്ക്ക് ഒരു സോഫ്റ്റും ഇതുപോലെ, അല്ലെങ്കിൽ ഡ്രൈ ആയി ഉണങ്ങി പോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നാളികേരം അരി, ബാക്കിയുള്ള അരി നാളികേരം കൂടി അരയ്ക്കാം. എന്നിട്ട് ഉപ്പും ചേർത്ത് അപ്പം തന്നെ ഉണ്ടാക്കാം. അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് നാളികേരം അരയ്ക്കാൻ പോവാം. അരി നാളികേരം കൂടി അരച്ചാൽ ചമ്മന്തി അരക്കണ്ടേ? നമ്മൾ ആദ്യം കുറച്ച് അരി എടുത്തിട്ട് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ശരിക്കും അടച്ചിട്ട് അതിന്റെ മൂടി ശരിക്കും അടച്ച് അറിഞ്ഞത് നോക്കി നോക്ക്. നല്ലപോലെ അറിഞ്ഞ നല്ലപോലെ അധികം നന്നായി അരക്കണ്ട. നല്ല ഒരു കയ്യില് അരച്ചത് വെച്ചിട്ട് കുറുക്കി കൂട്ടാനാണ് പോണത്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. അതൊന്ന് ടൈറ്റ്, പെട്ടെന്ന് ടൈറ്റോ എല്ലാവർക്കും അറിയണം കാര്യമാണ് കുറുക്കി കൂട്ടുന്നത്. നമ്മൾ കുറുക്കി കൂട്ടാൻ വേണ്ടിട്ട് അരച്ച ഒരു കയ്യില് അതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കയ്യില് മതി. എത്ര നേരം വേണം കുറുക്കി കൂട്ടാൻ? പെട്ടെന്നാവും. ഗ്യാസിന്റെ ഫുള്ള് ഫ്ലൈം വെച്ചാ അത് പെട്ടെന്നാവും. ടൈറ്റ് ചെയ്യണ്ട. ഇതാണ് കുറുക്കി കൂട്ടുന്ന ഐഡിയ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നാളികേരം അരിയും കൂടെ അരച്ചാൽ മതി. അതിൻ്റെ കൂടെ അരച്ചിട്ട് പെട്ടെന്ന് ചൂടാറും. കുറുക്കി കൂട്ടി കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് അടുത്ത പരിപാടി നാളികേരം അരിയും കൂടിയിട്ട് അരയ്ക്കാം. അപ്പൊ കുറുക്കി കൂട്ടിയത് അതിലിടുവോ? അത് ചൂടാറിയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഉഴുന്നില്ലല്ലോ. അപ്പൊ തലേശ് നമ്മളിപ്പോ അരച്ച് ഇപ്പൊ തന്നെ ദോശ ചുട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം ചമ്മന്തി, പുതിന ചമ്മന്തി.
അപ്പൊ നമ്മൾ ആദ്യം ദോശക്ക് വേണ്ട അരി അരയ്ക്കാൻ പോകണം. ആദ്യം അരി ഇട്ടു, നാളികേരം ഇട്ടു. ആദ്യത്തെ പ്രാവശ്യം കുറേശ്ശെ ഇട്ടാൽ മതി, നല്ല മിക്സി കേടാവും. അല്ലെങ്കിൽ മിക്സിക്ക് ഒരു കുഴപ്പക്കാരനെ മിക്സിനെ റസ്റ്റ് ഇല്ലാണ്ട് പ്രവർത്തിപ്പിച്ച മിക്സിയുടെ പ്രവർത്തന ശേഷി കുറഞ്ഞു തുടങ്ങി. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് അരച്ച് കഴിഞ്ഞു അല്ലേ? അതിനാണ് ചട്ടി ഇവിടെ കുറഞ്ഞു വെച്ചുള്ളത്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പൊ അരയ്ക്കാൻ പോവാണ്. അപ്പൊ അതിലേക്ക് അത് ഇതിനോടെ പൊടും. അപ്പൊ നാളികേരം അരി കുറുക്കി കൂട്ടിയ, ആദ്യം നമ്മൾ അരച്ചിട്ട് കുറുക്കി കൂട്ടിയ ആ ഐറ്റം ഇതിലിപ്പോൾ ഇട്ടിട്ട് മൂന്നും കൂടി ഒരുമിച്ച് ഇട്ട് ഇതിലരയ്ക്കും. കുറുക്കി കൂട്ടിയിട്ട് ചൂടാറ്. അപ്പൊ ഇനി ഇടാൻ പോകണം. കുറച്ച് വെള്ളം ഒഴിക്കണം. കുറുക്ക് കൂട്ടിയത് എല്ലാം കൂടി ഇട്ടാ? എല്ലാതും കൂടി ഇട്ടു. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് അരയ്ക്കാം. പിന്നെ അതില് മുരിങ്ങയില അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യത്തെ അരയ്ക്കാൻ പോവുകയാണ്. ഇതൊന്ന് കഴിക്കണ്ട. അപ്പൊ പിന്നെ മൊത്തം കിട്ടൂല, അതുകൊണ്ട് കഴിവ് വെക്കുന്നത്. കുറെ ആൾക്കാർ ഇതുപോലെ ചെയ്യാം. ഒന്നും കളയാൻ പാടില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നത് ഉപയോഗിക്കുക, അല്ലാത്ത മാത്രം നോക്കാം. ഉപ്പിട്ടു. ഇപ്പൊ രണ്ടാമത്തെ അരച്ച് കഴിഞ്ഞു. കറക്റ്റായി അരവ് ഒഴിച്ചിട്ട് ചീരയിലിട്ടിട്ട് ഇളക്കിയിട്ട് നമ്മളിപ്പോ ദോശ ചുടാനുള്ള തയ്യാറെടുപ്പിനാണ്. ദോശയുടെ എണ്ണയുടെ നല്ലെണ്ണ ഉണ്ടല്ലേ? നല്ലെണ്ണ ഇതിന് വെളിച്ചെണ്ണ ആക്കിയാൽ മതി. പിടിദോശക്കല്ലിൽ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ദോശക്കല്ല് പിടിക്കില്ല. ഇതപ്പം തന്നെ അരച്ചിട്ട് പിന്നെ ഇതില് നല്ല നൈസാവില്ല, ഒത്തിരി കട്ടിയുണ്ടാവും. ഇല പരത്തുമ്പോ ദോശയുള്ള കാരണം, ഇലയുള്ള കാരണം അല്ല ദോശയുള്ള ഇല ഉള്ള കാരണം മനുഷ്യൻ തെറ്റൊക്കെ സംഭവിക്കുക. ചിരിക്കാനൊന്നുമില്ല. ക്യാമറമാൻ നമ്മളെ കളിയൊക്കെ സൈഡിൽ ആള് ശരിയല്ല. കുറച്ച് സമയം മാറ്റണം നമുക്ക്. ക്യാമറമാന് വേറെ ആളെ വെക്കാം. ഇപ്പൊ പിന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ക്യാമറമാനെ നമ്മള് നിർത്തി കൊടുക്കുക. ക്യാമറമാനെ ഇട്ടിട്ട് പോകേണ്ടി അങ്ങനത്തെ ക്യാമറമാൻ ഏറെ കണ്ടുകൊണ്ടാണ് നമ്മള് ദോശ ചൂടാൻ ഇത് പരത്താൻ എണ്ണ പരത്താൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഈ രൂപത്തിൽ തലഭാഗം കൊത്തി കൊത്തി അങ്ങനെ ഒരു ചകിരിനാരിനെ പോലെ. കുറച്ച് വെള്ളം കുറവായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ദോശക്കല അടുപ്പത്ത് വെച്ചു, ചൂടായി. അതിന് ശേഷം നമ്മൾ അപ്പൊ അതെന്താ എണ്ണ പറ്റാത്തത്? അത് ഇത് പിടിക്കില്ല. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഷേപ്പില് മുരിങ്ങയുടെ ഇല കാരണം ചിലപ്പോ പൊട്ടിയെന്നും വരും ദോശ. കാരണം നമ്മള് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോ ഇല നന്നായി വാടാൻ വേണ്ടിയിട്ടാണ് മൂടിക്കുന്നത്. പ്രൊഫഷണൽ ദോശക്കാരെ പോലെയില്ല ഇത്. നമുക്ക് കട്ടി കൂടും. മറ്റേ മാവ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് മാവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മസാല ദോശ ഉണ്ടാക്കും. അതുപോലെ അല്ല കേട്ടത്. ഓക്കെ, അടിപൊളി. അങ്ങനെ ദോശ നമ്മൾ ഉണ്ടാക്കിയത് സക്സസ് ആയി. പതുക്കെ വെച്ചാൽ മൂടി വയ്ക്കുക. അപ്പൊ ഇല നന്നായി പെട്ടെന്ന് വാടും. അപ്പൊ ദോശ ഉണ്ടാക്കി. ആദ്യത്തെ ദോശ മൂടിക്കും. അപ്പൊ ആദ്യത്തെ ദോശ സക്സസ്. ഇനി രണ്ടാമത്തെ ദോശ ഉണ്ടാക്കാൻ ദോശക്കല്ലില് മാവ് ഒഴിച്ച് കഴിഞ്ഞ് അത് മൂടി വെച്ചിട്ടുണ്ട്.
ഇനി ചമ്മന്തി അരയ്ക്കണം. അപ്പൊ നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പൊ ചമ്മന്തിയിൽ മുളക് ആദ്യം ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നാളികേരം ഇടുന്നു. ഇഞ്ചി പീസാക്കണ്ടേ? അങ്ങനെ ഇട്ടു. ഇഞ്ചി അങ്ങനെ ഇട്ടു. അതിനോടൊപ്പം തന്നെ ഞാൻ പുതിനയിലിട്ടു. അപ്പൊ ഇതിൽ ഇനി വെന്തിപ്പിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വെള്ളം ഒഴിക്കണ? വെള്ളം ഒഴിക്കാണ്ട? പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവുമോ? 4 പേർക്ക് ചമ്മന്തി സാധാരണ ദോശയല്ലത്. നമ്മുടെ മിക്സി പണിയുന്നു. ആദ്യത്തെ മിക്സിയിലിട്ടത് അതിൻ്റെ ബുഷ് പോയി. ഇപ്പോൾ വേറെ മിക്സിക്ക് മാറ്റിയിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ പുതിന ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലപോലെ അരച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് സ്വല്പം ചേർന്നിറങ്ങി നീര് ശരിക്കണം. കത്തി നീര് ഒഴിച്ചിട്ടടിക്കണ. ചെറുനാരങ്ങാര ഒരു പീസ് മുറിച്ചിട്ട് അതിൽ നിന്ന് 2-3 ഇട്ട് നീര് ഒഴിച്ചിട്ടുണ്ട്. അത് മതി. ഇനി ഒന്നുകൂടി അതിനെ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ പുതിന ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഞാൻ അതിനെ നമ്മൾ ഒന്ന് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചമ്മന്തി റെഡി ആയി നമ്മുടെ. ഇത് സ്വല്പം പുളിയുടെ കുറവുണ്ട്. അതിന് നമ്മൾ ചെറുനാരങ്ങേരെ നീരൊഴിച്ച് സ്വല്പം ഉപ്പിട്ടിട്ട് ഇളക്കി. ഇപ്പോൾ കഴിക്കാനുള്ള പാകത്തിനായിട്ട് ചമ്മന്തി. ഇനിയിപ്പോൾ ദോശ കഴിയാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ദോശ വെക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഞങ്ങൾ നിർത്തി. ഇനിയുള്ളത് പിന്നെ ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അത് മുറിച്ചോ. വിശപ്പിൻ്റെ പിടി വന്നു കഴിഞ്ഞു. അപ്പോൾ ദോശ ഇനി കഴിക്കാനുള്ള ദോശ ആയില്ലേ? ദോശ ആയില്ലേ? അടിപൊളി ദോശ. എന്താ ഹെൽത്തി ആൻഡ് ഡെലിഷ്യസ് ഫുഡാണത് അല്ലേ? അതിന് എൻ്റെ മുരിങ്ങയില. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ദോശ. മൂന്നാമത്തെ പ്ലേറ്റ് അപ്പം നമ്മൾ കഴിച്ചതിന് ശേഷമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ? അപ്പൊ ദോശ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ചാപ്പി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടെ. അപ്പോൾ നമുക്ക് എല്ലാം പച്ചമായാണ്. അത് ആ കുറുക്കി കൂട്ടിയാലാണ്. പിന്നെ നാളികേരത്തിന്റെ ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ആ പുതിന ചമ്മന്തി ആയിട്ട് അതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. നല്ല നമ്മൾ വിചാരിച്ച പോലെയല്ല. അന്നൊന്നും ഉണ്ടാക്കിയത് ഇത്ര നന്നായിട്ടില്ല. മുന്നുണ്ടാക്കിയത് അന്ന് നമ്മൾ കുറുക്കി കൂട്ടാറില്ല. ഹെൽത്തിയും ഡെലിഷ്യസുമായ ദോശ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാമറാമാനുള്ള ദോശ ബാക്കി ഇവിടെയുണ്ട്. അപ്പോൾ ക്യാമറാമാൻ കഴിച്ചില്ല. ക്യാമറാമാൻ നമ്മളെ തിന്നും. അത്ര വിശപ്പുള്ളതാണ് ക്യാമറാമാൻ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ നിന്നാണ് കുട്ടികൾക്കൊക്കെ നല്ല കളർഫുൾ ആകുമ്പോൾ കുറുക്കി നാളികേരം. പിന്നെ അപ്പൊ നമ്മൾ അരച്ചപ്പം ഉണ്ടാക്കണം. ഡെലിഷ്യസ് എന്ന് പറഞ്ഞാൽ ചൂടോളം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പൊ ഇലയൊക്കെ നന്നായി വേവും. മൂടി വെച്ചിട്ട് വേവിക്കുമ്പോ ഇല നന്നായി വേവും. അതിനോട് ചമ്മന്തി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കണ്ട അതിന്റെ കളറും ഇപ്പൊ ആകെ പച്ചമയമാണ്. അപ്പൊ വേറെ സൈഡ് എഫക്റ്റ് നെഞ്ചരിച്ചില്ല വേറെ എന്തെങ്കിലും മറ്റു ദോശ ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഈ ദോശയും ഈ ചമ്മന്തിയും എല്ലാവരും അവനവൻ്റെ വീട്ടിലുണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഉണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ഈ ശബ്ദം
ക്ലിയർ ആവുന്നില്ല. കാരണം നമ്മളത് തുടക്കക്കാരായത് നമുക്ക് ആ ഒരു മൈക്കേരൊരു അപാകത ഉണ്ട്. അതുമൂലമാണ് ശബ്ദത്തിൽ കുറവ് വരുന്നത്. അത് നിങ്ങളെല്ലാം ക്ഷമിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഒരു 2 മൈക്ക് മേടിച്ചിട്ട് ഈ ശബ്ദം ക്ലിയർ ആക്കിയിട്ട് ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ വീഡിയോകൾക്ക് ഞങ്ങൾ ഓരോ ദിവസം ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ.